കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോട്ട കൊത്തളമാണ് ബാംഗ്ലൂർ റൂറൽ മണ്ഡലം. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് JDS BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് വളരെ കാലം മുമ്പ് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞതാണ്. അത് അവരുടെ സർവനാശത്തിലാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. JDSൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗം എന്നേ കൊഴിഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു. BJPയുമായി ദേവഗൌഡയും മകൻ കുമാരസ്വാമിയും ഉണ്ടാക്കിയ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ബന്ധം അത് അവരുടെ സർവനാശത്തിലേക്ക് എത്തിക്കും. ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന ഈ പാർട്ടി ഒരു വിചിത്ര ജീവിയെ പോലെ അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് DK ശിവകുമാർ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനോടകം തന്നെ JDSലെ നിരവധി അംഗങ്ങൾ കോൺഗ്രസിൽ കൃത്യമായി തന്നെ ജോയിൻ ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് കാരണമുണ്ടാകുന്നത് JDSനകത്ത് ഇനി പ്രവർത്തിക്കാൻ ഒരു വളക്കൂറുമില്ല എന്നുള്ളതും JDSൽ ഭാവിയില്ല എന്നുള്ളതും കൃത്യമായി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഫാമിലി പൊളിറ്റിക്സ് മാത്രമാണ് JDSനകത്തുള്ളത്. കുമാരസ്വാമിയും മകൻ നിഖിൽ കുമാരസ്വാമിയുമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അതൊരിക്കലും മെരിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അവരുമായി മുഷിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് JDS വിട്ട പല നേതാക്കളും പറയുന്നത്. എന്തിനധികം പറയുന്നു, JDSലെ മുതിർന്ന നേതാവായ GT ദേവഗൌഡയ്ക്ക് വരെ ശക്തമായിട്ടുള്ള അതൃപ്തിയുണ്ട്. കുമാരസ്വാമിയുടെ ആധിപത്യവും അദ്ദേഹത്തിന്റെ സഹോദരന്റെ ആധിപത്യവും ഒക്കെ സഹിക്കവയ്യാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേരത്തെ തന്നെ കർണാടകയിൽ കോൺഗ്രസും അതുപോലെ JDSും മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ അതിനകത്തെ മന്ത്രിമാരിൽ പലരും JDS അംഗങ്ങളായ പലരും ഇന്ന് JDSനെ ശക്തമായി തന്നെ പഴിചാരുകയാണ്. JDSലെ MLAമാർ കൂറുമാറിയതും അതോടുകൂടി BJPക്ക് ഭരണം കൈമാറിയ ആ ഒരു കാലാവധിയെ പറ്റിയും കൃത്യമായി തന്നെ JDS അംഗങ്ങൾ പറയുന്നത് ഇത് JDS അംഗങ്ങൾ കൃത്യമായി വിൽപ്പനച്ചരക്കായി മാറിയത് കൊണ്ട് മാത്രമാണ് BJPക്ക് അന്ന് ഭരിക്കാൻ കഴിഞ്ഞത്, ഇല്ലായിരുന്നെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴിതാ ലോക്സഭാ സീറ്റുകൾ വീതം വയ്ക്കുമ്പോഴും അതേ രീതിയിൽ തന്നെ ഞങ്ങൾ എടുത്തോളൂ എന്ന രീതിയിൽ കുമാരസ്വാമി BJPയുടെ മുമ്പിൽ അടിയറവ് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് താൽക്കാലിക മാത്രമാണ്. BJPയിലേക്ക് പോകുന്നവരുടെ സർവനാശമായിരിക്കും നിങ്ങൾ കാത്തിരുന്ന് കാണാൻ പോകുന്നത് എന്നുള്ളത് JDS അംഗങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. DK ശിവകുമാർ ഒരു കാര്യം മാത്രം പറഞ്ഞു, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിട്ടുകൊണ്ട് കാണിക്കുന്ന തട്ടിപ്പ് പരിപാടികൾ ജനങ്ങൾ തിരിച്ചറിയുകയും ഇതിന് ജനങ്ങൾ മറുപടി കൊടുക്കുകയും ചെയ്യും. ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ചത് 5700 പരം കോടി രൂപയാണ്. BJP കഴിഞ്ഞ ഇലക്ഷന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾ കേട്ടാൽ ഞെട്ടുക തന്നെ ചെയ്യും. അത്രയും വരുന്ന തുകയും അതുമായി ആനുപാതികപ്പെടുന്ന ആ ഒരു സമ്പദ് സ്രോതസ്സും ഒക്കെ വിവരം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ സ്വാഭാവികമായും വളരെ തോതിൽ ക്ഷീണിതമാകും എന്നുള്ളതിൽ സംശയമില്ല. കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കാൻ വേണ്ടി എന്തുമാത്രം കടമാണ് എഴുതി തള്ളിയതെന്നുള്ളത് ഈ കാലയളവിലെ ധനകാര്യ റിപ്പോർട്ട് കൃത്യമായി പഠിച്ചാൽ മനസ്സിലാകുക തന്നെ ചെയ്യും. എന്നിട്ടാണ് ഇപ്പോൾ നല്ല പിള്ള ചമഞ്ഞ് എല്ലാവരുടെയും പിന്നിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിടുന്നത്.